ഹലോ കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ വർഷത്തെ SSLC മോഡൽ എക്സാമിന്റെ സോഷ്യൽ സയൻസ് വിഷയത്തിലെ ചോദ്യപേപ്പർ ആൻസർ കീ ഉൾപ്പെടുത്തി ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം. ചോദ്യം 1. ചുവടെ തന്നിട്ടുള്ളവയിൽ എ വിഭാഗത്തിന് യോജിക്കുന്നവ ബിയിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 2. പ്രസ്താവന വായിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. പൊതുമേഖലയുടെ പങ്ക് കുറച്ചുകൊണ്ടുവന്ന് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരം നൽകുന്നതാണ് സ്വകാര്യവൽക്കരണം. പ്രസ്താവന 2. ഓഹരി വിൽപ്പനയിലൂടെയുള്ള സ്വകാര്യവൽക്കരണം നിക്ഷേപം പിൻവലിക്കൽ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ സി. 2 പ്രസ്താവനകളും ശരിയാണ്. ചോദ്യം 3. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 4. ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ജനതാ പാർട്ടി ഗവൺമെന്റിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം ഓപ്ഷൻ സി. മൊറാർജി ദേശായി. ചോദ്യം 5. ചുവടെ തന്നിട്ടുള്ളവയെ കാലഗണനാക്രമത്തിലാക്കുക. ചൗരി ചൗര സംഭവം, ചമ്പാരൻ സമരം, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 6. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല കാണപ്പെടാത്ത വൻകര ഏത്? ഉത്തരം ഓപ്ഷൻ ബി. വടക്കേ അമേരിക്ക. ചോദ്യം 7. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 8. ഒരു ദിവസത്തെ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണെങ്കിൽ ദൈനിക ശരാശരി താപനില എത്ര? ഉത്തരം ഓപ്ഷൻ സി. 28 ഡിഗ്രി സെൽഷ്യസ്. ചോദ്യം 9. വാർപ്പുമാതൃക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും വാർപ്പുമാതൃകകളെ അടിസ്ഥാനമാക്കുന്നു എന്നതിന് ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം സാമൂഹികമായി പ്രചരിക്കുന്ന പൊതുവായ പ്രസ്താവനകൾ, വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ വാർപ്പുമാതൃക സ്റ്റീരിയോടൈപ്പ് എന്നറിയപ്പെടുന്നു. ഇവ പലപ്പോഴും തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാം, പക്ഷേ ചിലപ്പോൾ ഭാഗികമായി ശരിയായിരിക്കാം. ടീനേജർമാർ എല്ലായ്പ്പോഴും അനുസരണക്കേടുള്ളവരാണ് എന്നത്. ചോദ്യം 10. ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ ഒരു പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടാറില്ല. നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? ഉത്തരം സാധൂകരിക്കുക. അതെ, ഈ പ്രസ്താവനയോട് യോജിക്കുന്നു. സാധൂകരണം: ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം വർഷം മുഴുവൻ ലംബമായി പതിക്കുന്നതിനാൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. ഇതിന്റെ ഫലമായി ഇവിടെ ശക്തമായ ബാഷ്പീകരണവും സംവഹന മഴയും കൺവെക്ഷണൽ റെയിൻഫോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നു. വർഷം മുഴുവൻ മഴ ലഭിക്കുന്നതിനാൽ ഇവിടെ ഒരു പ്രത്യേക വരണ്ട കാലം ഉണ്ടാകുന്നില്ല. ചോദ്യം 11. മർക്കന്റലിസത്തിന്റെ പ്രധാന സവിശേഷതകൾ വ്യക്തമാക്കുക. ഉത്തരം മുഴുവൻ ഞാനിനി വായിക്കുന്നില്ല, ഞാൻ വീഡിയോയിൽ കാണിക്കാം. വീഡിയോ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് ക്ഷമിക്കുക. ഓക്കെ. ചോദ്യം 12. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്ന ആർദ്ര ശൈത്യകാലത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ഉത്തരം. ചോദ്യം 13. റൗൾട്ട് നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്നത് എന്തുകൊണ്ട്? ഉത്തരം. ചോദ്യം 14. തൽസ്ഥിതി കരാറിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം. ചോദ്യം 15. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു ഭൂദ്രവ്യ ശോഷണമാണ് ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടൽ എന്നാൽ എന്ത്? ഇത് എങ്ങനെ അപക്ഷയ പ്രക്രിയകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉത്തരം. ചോദ്യം 16. എ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ വിശകലനം ചെയ്യുക. ഉത്തരം. ചോദ്യം 16 ബി. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തി ഇന്ത്യയിലുണ്ടായിട്ടുള്ള കർഷക മുന്നേറ്റങ്ങൾ വിശദമാക്കുക.
ചോദ്യം 17. വ്യാവസായിക വിപ്ലവത്തിന്റെ ദോഷകരമായ ഫലങ്ങൾ വിലയിരുത്തുക. ചോദ്യം 18. നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളോടുള്ള ബഹുമാനവും സഹവർത്തിത്വവും വളർത്തുന്നതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. പ്രസ്താവന സാധൂകരിക്കുക. ചോദ്യം 18b. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്നതിൽ മതം വഹിക്കുന്ന പങ്ക് വിലയിരുത്തുക. ചോദ്യം 19. പരിമിതമായ അളവിൽ കൽക്കരി നിക്ഷേപവും പെട്രോളിയം നിക്ഷേപവുമുള്ള ഒരു രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കായി നിങ്ങൾ നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? ചോദ്യം 20. ചുവടെ തന്നിട്ടുള്ള വാർത്താ തലക്കെട്ട് വായിച്ച് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോ നിരക്കുകൾ 35 അടിസ്ഥാന പോയിന്റുകൾ വർദ്ധിപ്പിച്ചു. എ. റിപ്പോ നിരക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? ബി. ഈ നടപടി പണപ്പെരുപ്പത്തിലുണ്ടാക്കിയ സ്വാധീനം വ്യക്തമാക്കുക. ചോദ്യം 21. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും സ്വരാജ് പാർട്ടിയുടെ നയങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെങ്ങനെ? ചോദ്യം 22. സാമ്പത്തിക ഉൾച്ചേർക്കൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച എന്നിവയ്ക്കായി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ വിശദമാക്കുക. ചോദ്യം 23. ആധുനിക കേരളം ആരോഗ്യമേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ പട്ടികപ്പെടുത്തുക. ചോദ്യം 24a. ഫ്രഞ്ച് സമൂഹത്തിലെ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ അനുഭവിച്ച അവകാശങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത്. ഈ പ്രസ്താവന സാധൂകരിക്കുക. ചോദ്യം 24b. എസ്റ്റേറ്റ് ജനറലിൽ നിലനിന്നിരുന്ന വോട്ടിംഗ് സമ്പ്രദായം എങ്ങനെയാണ് ഫ്രാൻസിൽ 3ആം എസ്റ്റേറ്റിനെ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചത്? ചോദ്യം 25. അപക്ഷയ പ്രവർത്തനങ്ങൾ ശിലകളുടെ ശിഥിലീകരണത്തിന് കാരണമാകാറുണ്ടെങ്കിലും മനുഷ്യന് ഏറെ പ്രയോജനകരവുമാണ്. സാധൂകരിക്കുക. ചോദ്യം 25. ബി. ഭൗമോപരിതലത്തിൽ വിനാശകാരികളായി മാറുന്ന അന്തർജന്യ ചലനങ്ങൾ ഏതെല്ലാം? ഇവ ഉണ്ടാകുന്നതെങ്ങനെ? ചോദ്യം 26a. സാമ്പത്തിക വളർച്ചയുടെ സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തിന്റെ പോരായ്മകൾ വിശദമാക്കുക. ചോദ്യം 26b. വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്കായി കേരളത്തിൽ നടപ്പിലാക്കുന്ന നടപടികൾ വിശദമാക്കുക. ചോദ്യം 27. പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾ വഹിക്കുന്ന പങ്ക് വിമർശനാത്മകമായി വിലയിരുത്തുക. ചോദ്യം 28. മൂലധന വസ്തുക്കൾ, ഉപഭോഗ വസ്തുക്കൾ എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണസഹിതം വ്യക്തമാക്കുക. ചോദ്യം 29. ചുവടെ നൽകിയിട്ടുള്ള ഭൂവിവരങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നിട്ടുള്ള ലോക ഭൂപട രൂപരേഖയിൽ അടയാളപ്പെടുത്തുക. എ. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പുൽമേട്. ബി. ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാമേഖല. സി. തെക്കേ അമേരിക്കയിലെ ഉഷ്ണമരുഭൂമി. ഡി. ആസ്ട്രേലിയയിലെ മിതോഷ്ണ പുൽക്കാടുകൾ. ചോദ്യം 30. നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനൊരു വെല്ലുവിളിയായി മാറി. പ്രസ്താവന വിശകലനം ചെയ്യുക. ചോദ്യം 30. ബി. നവോത്ഥാന ചിത്രകലയെ മാനവിക ആശയങ്ങൾ സ്വാധീനിച്ചതെങ്ങനെയെന്ന് വിശകലനം ചെയ്യുക.
ചോദ്യം 31 എ. ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത്. ഭൂമിയിൽ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 4 ഘടകങ്ങൾ പട്ടികപ്പെടുത്തുക. ഒന്നിനെപ്പറ്റി വിശദീകരിക്കുക. ചോദ്യം 31 ബി. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മനുഷ്യജീവിതത്തെ പ്രതികൂലമായും അനുകൂലമായും ബാധിക്കുന്നു. പ്രസ്താവന വിമർശനാത്മകമായി വിലയിരുത്തുക. കുട്ടികളെ, ഈ ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത്. നന്ദി.